ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇനി കുറച്ച് വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിക്കേണ്ട അച്ഛൻ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, പപ്പട ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. എനിക്കറിയില്ല പപ്പട ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. ഞാൻ കുറേ യൂട്യൂബിലൊക്കെ റിവ്യൂസ് കണ്ടു. അപ്പോൾ ഒന്ന് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുകയാണ് വെച്ചാൽ നമ്മൾ സാധാരണ പപ്പടം വറക്കുകയാണ് ഇവിടെ സാധാരണ പതിവ്. പപ്പട ചമ്മന്തി, പപ്പട റോസ്റ്റ്, പപ്പടക്കറി, പപ്പട ഫ്രൈ അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറില്ല. പക്ഷേ അന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ടത് അതൊക്കെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ നമ്മൾ പപ്പടം ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് വറ്റൽമുളക് വേണം, ചെറിയ ഉള്ളി വേണം, ഒരു കഷ്ണം ഇഞ്ചി വേണം, കറിവേപ്പില വേണം. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് വറുത്തെടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ടൊരു ജാർ എടുക്കുക, അതിലേക്ക് ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മുടെ പപ്പടം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് നാളികേരം. എന്നിട്ട് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അരയ്ക്കാന്ന് വെച്ചാൽ അങ്ങനെ പേസ്റ്റ് പോലെ ആവണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അവസാനം ഉപ്പിട്ടാൽ മതി. ഉപ്പം ചിലപ്പോൾ പപ്പടത്തിന് നല്ല ഉപ്പായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പുളിവെള്ളമാണ്. ആവശ്യത്തിന് പുളിവെള്ളം ഒഴിക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടുക, നോക്കിയിട്ട് ശ്രദ്ധിച്ചിടണം. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ വളരെ ബോറായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ പപ്പട ചമ്മന്തി സൂപ്പറാണ് കേട്ടോ. ഞാൻ വിചാരിച്ചപ്പോൾ നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം. ബായ്.